എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വ്ളോഗൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അതാണ്ട് നമ്മൾ ഇത് വൈകുന്നേരത്തെ വീഡിയോ ആണ്, ഇന്നലത്തെ വൈകുന്നേരത്തെ കേട്ടോ. ഞാനൊരു 3 അയല വാങ്ങിച്ചായിരുന്നു. മാളിപ്പോയപ്പോൾ വാങ്ങിച്ചതൊന്ന് വൃത്തിയാക്കി എടുക്കുവാണേ. വെട്ടിയതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല, ഇത്രയും കഴുകിയൊന്നും എടുക്കുന്ന വീഡിയോ മാത്രം ഒന്ന് എടുത്താണ്. വലിയ കുഴപ്പമില്ലാത്ത അയലയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ചെറിയ നെയ്മയൊക്കെ ഉണ്ട്, അപ്പം കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ 2 മാങ്ങ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടെ ഇട്ട് നമുക്കിതൊരു ചാറ് കറി വെക്കാമെന്ന് വിചാരിച്ചു. അയലയും മാങ്ങയും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ്. അപ്പോൾ അതൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ വെട്ടി കഴുകിയിട്ട് ഞാനിതൊന്ന് ഒരു 3 കഷ്ണമായിട്ട് മുറിക്കാനുള്ള വലിപ്പത്തിലുള്ള അയലയാണ്. അപ്പോൾ ഇത് വറുത്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് ടേസ്റ്റ് വരുമല്ലെന്ന്. ഇച്ചിരിയും കൂടെ ചെറിയ അയലയാണെങ്കിൽ വറുത്താൽ നല്ല ടേസ്റ്റാണ്. കഴിഞ്ഞ ദിവസം ചെറിയ അയല വാങ്ങിച്ച് വറുത്തപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. പക്ഷെ അത് പിന്നീട് ഞാൻ ചെന്നപ്പോഴത്തേന് കിട്ടിയില്ല. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തേങ്ങായും മുളകും കൂടി അരച്ചൊരു ചാറ് കറി വെക്കാമെന്ന് വിചാരിച്ചാണ് ഇത് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത് അരിഞ്ഞ് വെള്ളത്തിലിട്ടതിന് ശേഷം നമുക്കിതിലേക്കുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒരു 2-2.5 കൈപ്പിടിയോളം തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് അരച്ച അരപ്പൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് മിക്സിയുടെ ജാറ് കഴുകി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് മാങ്ങ അരിഞ്ഞിട്ട് കൊടുക്കാം. ഇത് മൂവാണ്ടൻ മാങ്ങയാണ്, അതുകൊണ്ട് ഞാൻ തൊലി കളയാതെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി നമ്മൾ കുറച്ചാണ് ചേർത്തിരിക്കുന്നത്, അതുകൊണ്ട് പച്ചമുളക് എരിവിന് കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ചാറൊക്കെ തിളച്ച് പകുതി ചെറുതായിട്ടൊന്ന് പറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ പെറുക്കിയിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചതിന് ശേഷം മൂടി വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം. പറ്റി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള അയലക്കറി സെറ്റായി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് വരുന്നത് കേട്ടോ. ഇതുപോലെ എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങൾ തയ്യാറാക്കി നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇപ്പം ഞാൻ ഈ കറി ഒന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിന്നൊരു മീൻ വറക്കുന്നുണ്ട്. ഇന്നല്ല, മീൻ വറക്കാനായിട്ട് രാവിലത്തേന് വറക്കണമെന്ന് വിചാരിച്ചാണ് എടുക്കുന്നത്. പുരട്ടി വെക്കുവാണ്. ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും പെരിഞ്ചീരകവും അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില എല്ലാം കൂടി ഒന്ന് ഞാൻ അരച്ചെടുത്ത പേസ്റ്റാണ് കുരുമുളക് പൊടി എല്ലാം കൂടി അരച്ചെടുത്ത പേസ്റ്റിലേക്ക് 2 ടീസ്പൂണോളം ചതച്ച മുളകും ആവശ്യത്തിന് ഉപ്പും 1.5 ടീസ്പൂണോളം വിനാഗിരിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇതിലേക്ക് 4 ആഗോലി കറുത്തത് മേടിച്ചാണ്. ഇത് 2 കഷ്ണങ്ങളായിട്ട് മുറിച്ച് വരഞ്ഞെടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ ചെറുതായിട്ട് അതിൻ്റെ മുകളിലത്തെ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. ഇച്ചിരി ഓവറായിട്ട് നമുക്ക് മസാല തോന്നുന്നെങ്കിൽ ലാസ്റ്റ് നമുക്ക് ഇത് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഞാൻ വേണ്ട 2 സെക്ഷനായിട്ടാണ് ഇത് പാത്രത്തിലെടുത്ത് വെക്കുന്നത്. കാരണം ഒരു 2 നേരം വറക്കാനുള്ള മീനുണ്ട്. അപ്പോൾ അത് 2 പാത്രത്തിലാക്കി ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. രാവിലെ മീൻ കറി ഇല്ലെങ്കിൽ നമുക്ക് മീൻ വറക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെറ്റാക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ എടുത്ത് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ രാവിലെ എഴുന്നേറ്റ് വന്ന് കഞ്ഞിയൊക്കെ അടുപ്പത്തിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മളിന്ന് ഇഡലിക്ക് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം സാമ്പാർ ഇരിപ്പുണ്ട് ഓൾറെഡി, നമുക്കതൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇഡലിത്തട്ട് എടുത്തിട്ട് ഞാൻ അതിലേക്ക് എണ്ണയൊക്കെ പറ്റി ചില ദിവസങ്ങളൊക്കെ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉള്ള ദിവസമാണ്. എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ഇരിക്കത്തില്ലല്ലോ. 2-3 ദിവസമായിട്ട് മനസ്സിനൊരു സുഖമില്ല, എന്താണെന്നറിയത്തില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പിന്നെ മെയിനായിട്ട് ഇവിടുത്തെ വണ്ടി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഇവർക്ക് പോകുന്ന കാര്യമൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് വർക്ക്ഷോപ്പിലാണ്, അതൊന്ന് ശരിയാക്കി ഇതുവരെ കിട്ടിയില്ല. 1 മാസത്തോളമായി. അപ്പോൾ പുറത്തോട്ടൊന്നും പോകാറില്ല. അപ്പോൾ അതിൻ്റേതൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. വണ്ടിയില്ലെങ്കിൽ ഇവിടെ വളരെ പ്രയാസമാണ് നമുക്ക്. അപ്പോൾ ഇഡലിയുടെ മാവ് ഞാനിതിലേക്ക് കോരി ഒഴിക്കുന്നുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെയൊന്നും ആയിരിക്കത്തില്ലല്ലോ. ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് ചില മാസങ്ങളും ചില ആഴ്ചകളും ഒക്കെ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള ആഴ്ചകളും മാസങ്ങളും ഒക്കെയാണ്.
പിന്നെ ഞാൻ വേണ്ട ഒരു 2-3 പാവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചാണ്. അത് കഴുകി വെച്ചതിന് ശേഷം വന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഇഡലിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കണേ. അപ്പോൾ ഇഡലി ഞാൻ എടുത്ത് നമ്മൾ വെള്ളമൊക്കെ തളിച്ച് അതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്ന വെള്ളം നമ്മുടെ ചോറിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തേ. ചോറ് തിളച്ച് വെവാനായിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് വാർത്തിടണം. നമ്മുടെ ഇഡലി നമ്മൾ കാസറോളിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആ പാത്രമൊക്കെ ഒന്ന് പെട്ടെന്ന് വെള്ളം ഒഴിച്ചിടുവാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് എല്ലാം അപ്പം തന്നെ ഒന്ന് മാറ്റി വെക്കുവാണ്. പിന്നെ നമ്മൾ പാവയ്ക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് തോരൻ വെക്കണം. പക്ഷേ പാവയ്ക്ക ഇപ്രാവശ്യം നമുക്ക് പണി തന്നിട്ട് വെള്ളപ്പാവയ്ക്ക കണ്ടിട്ട് ഞാൻ എടുത്തതാണ്. പക്ഷേ ഇതുപോലൊരു പാവയ്ക്ക തോരൻ ഇന്ന് വരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലത്തെ കയ്പ്പാണ്, ഒരു തരത്തിലും കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ ചേട്ടന് രാവിലെ ചോറിൻ്റെ കൂടെ കൊടുത്തിട്ട് ചേട്ടന് പൊതിക്ക് അത് വേണ്ടെന്ന് പറഞ്ഞു. അതുപോലത്തെ കയ്പ്പായിപ്പോയി, എന്താണെന്നറിയത്തില്ല, ഭയങ്കര കയ്പ്പ്. പിന്നെ നമ്മുടെ സാമ്പാർ ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി സാമ്പാറും ഇഡലിയും കൂടെ കൊടുക്കാം അവർക്ക്. അപ്പൂനും രാഹുലിനും കൊടുക്കണം. ചേട്ടന് രാവിലെ പഴങ്കഞ്ഞിയോ ചോറോ എന്തെങ്കിലും മതി. അതുകൊണ്ട് ചേട്ടന് അത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പാവയ്ക്കാത്തോരൻ കൊടുത്തിട്ട് ചേട്ടൻ പറഞ്ഞു ഉച്ചയ്ക്ക് പൊതിയുടെ കൂടെ അത് വെക്കണ്ട. അപ്പോൾ തലേദിവസത്തെ ക്യാബേജ് തോരൻ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് ചൂടാക്കി ചോറും പൊതിയുടെ കൂടെ കൊടുത്ത്. ഇനി നമ്മുടെ പാവയ്ക്ക കളയാൻ എന്നാണെങ്കിലും പറ്റത്തില്ല, അതിനെന്തെങ്കിലും പണി ഒപ്പിക്കണം. ഒപ്പിച്ചിട്ട് വൈകിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പണികളെല്ലാം തീർത്തിട്ടുണ്ട്. എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ പാവയ്ക്കാത്തോരനും നമ്മുടെ അയലക്കറി എല്ലാം ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ താങ്ക് യു.